ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങൾ വരുമോ ഞങ്ങളോട് സർവ്വനിർവസ്വരൂപിയായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള അനന്ത സ്നേഹത്തിനും പരിപാലനയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുണാർദ്ര സ്നേഹം ദിവ്യകാരുണ്യത്തിൽ അനുഭവിച്ചും ആ സ്നേഹം ശുശ്രൂഷയിലൂടെ ദൈവജനത്തിന് പ്രത്യേകമായി അഗതികൾക്കും ആത്മഹീനർക്കും പങ്കുവെച്ചും വിശ്വസ്തയോടെ തന്റെ ജീവിതം സ്നേഹയാഗമായി അർപ്പിച്ച അങ്ങേദാസനായ തൊമ്മിയച്ചൻ വിശുദ്ധനായ തിരുസഭയെ വഴങ്ങപ്പെടുവാൻ കൃപയുണ്ടാകണമേ. പരിശുദ്ധമേ, വിശുദ്ധപിതാവേ, ദേവദാസൻ തൊമ്മിയച്ചന്റെ മാധ്യസ്ഥത ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്ദി മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സെന്റ് തോമസ് അസൈലത്തിലൂടെ കരുണയുടെ വാതിൽ തുറന്നിട്ട് കോട്ടയം അതിരൂപതയിലെ സെന്റ് ജോസഫ് സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചന്റെ 72ാം ചരമവാർഷികാചരണവും അനുസ്മരണ ശുശ്രൂഷകളും കൃതജ്ഞതാ ബലി അർപ്പണത്തോടും കൂട്ടുനേർച്ചയോടും കൂടെ പൂർണ്ണമാവുകയാണ്. സഹനത്തിൽ കടമെടുത്ത ജീവിത വിശുദ്ധിയോടെ ദൈവ തിരുമനസ്സോടെ ചേർന്നിരുന്നുകൊണ്ട് മനുഷ്യ നന്മയ്ക്കായി ജീവിതം സമർപ്പിച്ച പുണ്യയോഗ്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറക്കരികെ അണിനിരക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മഹത്തുക്കളുടെ ജീവിതത്തിന് തിരശ്ശീല വീണാലും കാലം മറയ്ക്കാത്ത സദ്വാർത്തയാണ്. അതുല്യവും അനശ്വരവുമായ പുണ്യ പൈതൃകം തലമുറകൾക്ക് കൈമാറുന്ന വിളക്കുകളാണവർ. ഒരു കാലഘട്ടത്തെ മുഴുവനും ചലിപ്പിച്ച് കാരുണ്യ വിപ്ലവത്തിന്റെ ദീപശിഖ ഉയർത്തിയ നന്മയുടെ തിരുവട്ടം സഞ്ചരിച്ച ദിക്കുകളിലെല്ലാം കൊളുത്തിവെച്ച് ഭാവിയിലേക്കും അതിന്റെ പരിശോഭ വ്യാപിപ്പിച്ച ആർദ്ര സ്നേഹത്തിന്റെ വെള്ളി വെളിച്ചമായിരുന്ന ബഹുമാനപ്പെട്ട തൊമ്മിയച്ചന്റെ അനുസ്മരണ ദിനത്തിൽ ആഘോഷമായ സമൂഹ ബലി അർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച് തിരുവചന വ്യാഖ്യാനത്തിലൂടെ ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളവരെ കാണുകയും കേൾക്കുകയും അവർക്കായി തന്റെ ഹൃദയവാതിലുകൾ തുറന്നിട്ടവരുമാണ് ബഹുമാനപ്പെട്ട തൊമ്മിയച്ചനെന്നും ഇതാണ് നമ്മളും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസമെന്നും ഭക്തിവരണ ഹൃദയങ്ങളിലേക്ക് കാരുണ്യമൊഴുക്കുവാൻ ദൈവം നമ്മിലേക്ക് അനുനിമിഷം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവും നന്മയും നമ്മൾ മനസ്സിലാക്കണമെന്നും അങ്ങനെ നമ്മൾ കാരുണ്യത്തിന്റെ പ്രവാചകരായി മാറണമെന്നും ആഹ്വാനം ചെയ്ത സെന്റ് ജോസഫ് സമൂഹത്തെ ഏറെ സ്നേഹിക്കുകയും ഏറെ കരുതലോടെ സമൂഹത്തിന് വേണ്ടി എല്ലാ നന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യമാർ മാത്യു മൂലക്കാട്ട് പിതാവിന് സമൂഹാംഗങ്ങളുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഏറെ ആദരവോടെ അറിയിക്കുന്നു. സഹകാർമ്മികരായ സെന്റ് ജോസഫ് സമൂഹത്തെ ഏറെ സ്നേഹിക്കുന്ന ചുങ്കം കൊറോനാപ്പള്ളി വികാരി പെരിയ ബഹുമാനപ്പെട്ട ജോർജ് പുതുപ്പറമ്പിൽ അച്ഛനും ഏറ്റുമാനൂർ സെന്റ് ജോസഫ് പള്ളി വികാരിയായ ബഹുമാനപ്പെട്ട മാത്യു പുൽപ്പള്ളി അച്ഛനും സഹകാർമ്മികരും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിച്ച വിവിധ ഇടവുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അരമനയിൽ നിന്നും വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഒക്കെ എത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സമയോചിതമായ ഇടപെടലുകളിലൂടെ അവസരോചിതമായ തിരുത്തലുകളിലൂടെ പ്രോത്സാഹനങ്ങളിലൂടെ ആത്മീയ ഊർജം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായി ഈ ദിവസങ്ങളിലൊക്കെയും ഏറെ സഹകരിച്ച ശ്രാദ്ധ അടിയന്തരത്തിന് ആശീർവാദം നൽകുന്ന കൈപ്പുഴ കൊറോനാപ്പള്ളി വികാരിയും ഞങ്ങളുടെ ചാപ്ലൈനുമായ വലിയ ബഹുമാനപ്പെട്ട തോമസ് പാലയിലച്ഛന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്രമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും സെന്റ് ജോസഫ് സമൂഹത്തോടും ദേവദാസൻ തൊമ്മിയച്ചനോടും താല്പര്യമുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽസിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും ഒറ്റവാക്കിൽ വലിയ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചന്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയില്
ഈ പ്രാർത്ഥനാലയത്തിൽ ഇന്നും ഇന്നലകളിലുമായി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത ചെറുതും വലുതുമായ എല്ലാ സഹായ സഹകരണങ്ങളും ശുശ്രൂഷകളും നൽകിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി. ഇവിടുത്തെ കർമ്മ പരിപാടികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ദൃശ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനായ വോയിസിന് പ്രത്യേകം നന്ദി. വളരെ പ്രത്യേകമായി ഈ ദിനങ്ങളിലെ എല്ലാ പുണ്യകർമ്മങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി എല്ലാം ദൈവാനുഗ്രഹപ്രദമാകുവാൻ നേതൃത്വം നൽകിയ വൈസ് പോസ്റ്റലേറ്റർ സിസ്റ്റർ റൂബിക്കും കോൺവെന്റിലെയും അസൈലത്തിലെയും സുപ്പീരിയേഴ്സിനും സിസ്റ്റർ ജോസലറ്റിനും മറ്റെല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഉയർച്ച താഴ്ചകളിലൂടെ തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സെന്റ് ജോസഫ് സമൂഹത്തിന് പുതിയ യുഗത്തിൽ സ്നേഹ സേവനങ്ങൾ കൊണ്ട് അനേകം ദൈവജനത്തിന് നവജീവൻ പകരുവാൻ അഭിഷേകം ലഭിക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ടും ഒപ്പം സ്ഥാപക പിതാവ് അൽത്താരയെ മടങ്ങപ്പെടുവാൻ ഏറെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകളെന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ സമൂഹാംഗങ്ങളെയും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ദാരിദ്ര്യവും രോഗങ്ങളും അവരെ അലട്ടാതിരിക്കട്ടെ. ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാനവും പരസ്പര ധാരണയും ഈ സമൂഹാന്തരീക്ഷത്തിൽ പഠിപ്പിച്ചു നിൽക്കട്ടെ. സമൂഹാംഗങ്ങൾ വിശ്വാസത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. ഈ സമൂഹത്തെയും ഇതിലെല്ലാം അംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, നേരവും വൈകിയിരിക്കുന്നു, ജനങ്ങളെ പറഞ്ഞയക്കുക, അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ. ഈശോ മറുപടി പറഞ്ഞു, അവരെ അങ്ങനെ പറഞ്ഞയക്കരുത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുവിൻ. 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഞങ്ങളുടെ അടുത്തുള്ളൂ എന്ന് അവർ അറിയിച്ചു. അത് ഇവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു. ജനങ്ങളോട് പുൽത്തകടിയിൽ ഇരിക്കാൻ നിർദ്ദേശിച്ചിട്ട് ഈശോ അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു. അത് 12 കുട്ടയായിരുന്നു. ഭക്ഷണം കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം 5000 പേരായിരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ സമൂഹത്തിന്റെ മേലും അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേർച്ചയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഈ സമൂഹത്തിന്റെ നായകനായിരുന്നുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെ അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും ഞങ്ങളെ സ്മരിക്കുന്നു. അവരുടെയും അങ്ങേ സ്നേഹിതന്മാരുടെയും ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെയും ബലിയർപ്പണത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ നേർച്ചയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ ഭക്ഷണപാനീയങ്ങളെയും അങ്ങയുടെ പരിപാലന പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങളെ എവരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അസൈനും ഹാളിലും കൂട്ടുമുറിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സഹകരിക്കുന്നതിന് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. എല്ലാവർക്കും നല്ല വിശപ്പ് ആശംസിക്കുന്നു. ഏതാനും കാര്യങ്ങളെ കൂടി പോകുവാൻ ധൃതിയില്ലെങ്കിൽ അസൈലാംഗങ്ങളെ സന്ദർശിച്ചിട്ട് പോകാവുന്നതാണ്. അതുപോലെ ടൊമിച്ചൻ മ്യൂസിയത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. നട്ടാശ്ശേരിക്ക് പോകുവാനുള്ള സുപ്പീരിയേഴ്സിന് മെയിൻ ഗേറ്റിന് വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സെന്റ് ജോസ് വിദ്യാലയ ബസ്സിൽ പോകാവുന്നതാണ്. കൃത്യം 2 മണിക്ക് ഈ ബസ് പോകുന്നതാണ്. അതുപോലെ ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിലേക്ക് പോകാനുള്ളവർക്ക് ആശുപത്രിപ്പടിയിൽ നിന്നും 2:10 പന്മാങ്കൽ ബസ്സിനും പോകാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ പുണ്യസ്ഥലത്തേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നൽകിക്കൊണ്ട് എല്ലാവർക്കും നന്ദി.
Amen.
ആത്മാർപ്പണം ചെയ്ത് ആത്മസ്വരൂപനെ ദർശിച്ചവനെ. അഷ്ടഭാഗ്യത്തിൽ ആത്മാർപ്പണം ചെയ്ത് ആത്മസ്വരൂപനെ ദർശിച്ചവനെ. ദേവദാസ തുമ്മിയച്ച വിശുദ്ധിയിൽ ജീവിക്കാൻ പരമരുളൂ. ദേവദാസ തുമ്മിയച്ച വിശുദ്ധിയിൽ ജീവിക്കാൻ പരമരുളൂ. പ്രാർത്ഥിക്കണേ 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 നിൻ മക്കൾക്കായി. പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ
വരമരുളൂ. പ്രാർത്ഥിക്കണേ 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 നിൻ മക്കൾക്കായി. പ്രാർത്ഥിക്കണേ 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 നിൻ മക്കൾക്കായി. പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛന്റെ മരണവാർഷികത്തോടും അനുസ്മരണ യോഗത്തോടും അനുബന്ധിച്ച് നടന്ന ഈ ദിനങ്ങളിലെ എല്ലാ ശുശ്രൂഷകളും ഏറെ ഭംഗിയായിട്ട് വന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛൻ സഞ്ചരിച്ച ഈ പുണ്യഭൂമിയിലൂടെ അനേകായിരങ്ങൾ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ അനേകായിരങ്ങൾ ഇവിടെ വരികയും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു പോവുകയും ചെയ്തു. കാലങ്ങൾക്ക് മുമ്പേ ഇന്ന് ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വാതിൽ തുറക്കണമെന്ന് ആലോചിക്കുന്ന 90 വർഷങ്ങൾക്ക് മുമ്പേ അഗതികൾക്കായുള്ള, വികലാംഗർക്കായുള്ള, ലോകത്ത് ആരാലും അവഗണിക്കപ്പെട്ടിരുന്ന, ആലംബഹീനരായ, സമൂഹത്തിൽ തഴയപ്പെട്ടിരുന്ന വികലാംഗരായ സ്ത്രീകളുടെ സംരക്ഷണാർത്ഥം സെന്റ് തോമസ് അസൈലം തുടങ്ങുകയും അവരുടെ കാലാകാലങ്ങളിലുള്ള വളർച്ചയെ കരുതി സെന്റ് ജോസഫ് സമൂഹം സ്ഥാപിക്കുകയും ചെയ്ത കരുണയുടെ വാതിൽ 90 വർഷങ്ങൾക്ക് മുമ്പേ ഹൃദയവാതിൽ തുറന്നിട്ട ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ആദരവും സ്നേഹവും നന്ദിയും കടപ്പാടും അനുനിമിഷം ഞങ്ങൾ അനുസ്മരിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും അന്ന് മുതൽ ഇന്ന് വരെ കാലാകാലങ്ങളോട് ഈ സമൂഹം അച്ഛൻ ഞങ്ങൾക്കായി കാട്ടിത്തന്ന കരുണയുടെ വാതിലുകൾ പലയിടങ്ങളിലായി, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ക്യാൻസർ പേഷ്യൻസ്, HIV/AIDS പേഷ്യൻസ്, അതിലുപരി മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്കായുള്ള സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഇതൊക്കെയും കരുണ അർഹിക്കുന്നവരാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വന്ന് ഈ ചുറ്റുപാടുകളിൽ നിന്നും അനേകായിരങ്ങൾ വരുന്നുണ്ട്. അതിലുപരി വിദേശങ്ങളിൽ നിന്നും അവധിക്കായി വരുന്ന ഏവരും ഈ കബറിടം സന്ദർശിക്കുകയും അച്ഛന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതിലുപരി വിശുദ്ധിയുടെ പാത അച്ഛനെ തെളിച്ച് കിട്ടിക്കൊണ്ട് ഈ വിശുദ്ധരുടെ ഗണങ്ങളിലേക്ക് അച്ഛനും ഉയർത്തപ്പെടുവാൻ, അൾത്താരയിൽ വണങ്ങപ്പെടുവാൻ അച്ഛന് യോഗ്യനാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സിസ്റ്റർ സൗമി, സുപ്പീരിയർ ജനറൽ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ. സെന്റ് തോമസ് അസൈലത്തിന്റെയും സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെയും സ്ഥാപക പിതാവായ ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛന്റെ 72ാം ചരമവാർഷിക ദിനത്തിലാണല്ലോ നാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുക. ഈ ആഘോഷങ്ങളുടെ സമാപന ദിനത്തില് ഏറെ സാന്ദ്രമായ, ദീപ്തമായ സ്മരണകൾ അച്ഛന്റെ ഭൗതിക ശരീരം ഖബറടക്കം ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധമായ ചാപ്പലില് ആ ഓർമ്മകളോടുകൂടി നാം ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ, നൂറ്റാണ്ടിന് മുമ്പ് അച്ഛൻ ആരംഭിച്ച കരുണാർദ്ര സ്നേഹത്തിന്റെ ആ വലിയ ഭാവം ഇന്ന് ഈ ആധുനിക യുഗത്തിൽ യുവതലമുറയ്ക്കും ഇന്നത്തെ ആധുനിക യുഗത്തിനും ഏറെ പ്രയോജനപ്രദമായ വലിയ വലിയ കാര്യങ്ങളും സംഭാവനകളുമാണ് അച്ഛൻ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കേറെ അഭിമാനത്തോടും സന്തോഷത്തോടും നന്ദിയോടും കൂടെ അനുസ്മരിക്കാം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശാരീരികമായ അസ്വസ്ഥതകളോടുകൂടി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് അഭയവും ആലംബവുമായി തീരുവാൻ അച്ഛൻ തുടങ്ങിവെച്ച സെന്റ് തോമസ് അസൈലം കൈപ്പുഴ ഗ്രാമത്തിന്റെ ഈ പുണ്യഭൂമിയിലെ ആനുകാലികമായ ഒത്തിരിയേറെ വെല്ലുവിളികളോടുകൂടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തുടങ്ങി വെച്ചപ്പോൾ അന്നത്തെ ആ തലമുറയ്ക്ക് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത ഒരു വലിയ സംരംഭമായിരുന്നെങ്കിലും ഇന്ന് ഈ സമൂഹത്തിനേറെ പ്രയോജനപ്രദമായ ഒരു സംരംഭമായി ഇത് മാറിയിരിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനും തലവനുമായ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പുതിയ ആശയങ്ങളും
പ്രത്യേകിച്ച് കരുണയുടെ വർഷം തുടങ്ങുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് മാർപ്പാപ്പ പുറപ്പെടുവിച്ചിരിക്കുന്ന ലേഖനങ്ങളും കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രചാരകനും പ്രവർത്തകനുമായി തീരുവാൻ ഇന്ന് മാർപ്പാപ്പ ആ ലേഖനങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദേവദാസൻ ബോധത്തിൽ തൊമ്മിയച്ചൻ യഥാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ കരുണയുടെ പ്രചാരകനും പ്രവർത്തകനുമായി ജീവിതമണ്ഡലത്തിൽ വ്യാപരിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും മികമാർന്ന തെളിവാണ് ഈ സെന്റ് തോമസ് അസൈലവും സെന്റ് ജോസഫ്സ് കന്യകാ സമൂഹവും. സെന്റ് ജോസഫ്സ് കന്യകാ സമൂഹം ഈ അംഗവൈകല്യമുള്ള സ്ത്രീജനങ്ങൾക്ക് അഭയവും സഹായവും നൽകുവാനും അതോടൊപ്പം രോഗികളായി കഴിയുന്നവരെ വിശുദ്ധമായ ചിന്തകളോടുകൂടി മരണാസന്നമായ ചിന്തകളോടുകൂടി ജീവിതത്തിന്റെ സായാജ്ഞ സന്ധ്യയിലേക്ക് പറഞ്ഞടിപ്പിക്കുവാനും കൊണ്ടുവരുവാനും ഏറെ അത്യധ്വാനം ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന അനേകം മേഖലകൾ ഇന്ന് രൂപതയ്ക്ക് വെളിയിലുമായിട്ടുണ്ട് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ദേവദാസൻ ബോധത്ത് തൊമ്മിയച്ചന്റെ ദീർഘവീക്ഷണത്തിന്റെ വലിയ തെളിവുകളായി ഇന്ന് ഈ യുഗത്തിന് വളരെയേറെ വലിയ സംഭാവനകൾ ചെയ്യുവാൻ കഴിവുള്ള നല്ല ശുശ്രൂഷയുടെ മേഖലകളെ തുറന്നുവിടുവാൻ തൊമ്മിയച്ചന് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. കൈപ്പുഴ ഗ്രാമത്തിലെ ഏറെ വർഷക്കാലം ഈ ഇടവകയുടെ സഹവികാരിയായി ജോലി ചെയ്യുകയും സ്കൂളിന്റെ മാനേജരായി പ്രവർത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ അസൈലം ആരംഭിക്കുവാനും സെന്റ് ജോസഫ്സ് കന്യകാ സമൂഹത്തിന് ആരംഭം കുറിക്കുവാനും സാധിച്ചപ്പോൾ ഈ കൈപ്പുഴ ഗ്രാമം ഒരു പുണ്യഭൂമിയായി ഇന്ന് മാറിയിരിക്കുന്നു. അതിൽ ദൈവത്തിന് നമുക്കൊന്നു ചേർന്ന് കൂപ്പുകൈകളോടുകൂടി നന്ദി പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിലും വാക്കുകളിലും കരുണയുടെ യഥാർത്ഥമായ മുഖവും ഭാവവും ഈ ലോകത്തിന് കൊടുക്കുവാനും അടുത്തു നിൽക്കുന്ന സഹചര്യത്തിലേക്ക് അതിൻ്റെതായ ഭാവങ്ങളെ കടത്തിവിടുവാനും സാധിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള നല്ല വ്യക്തികളെ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ നമ്മുടെ ജീവിതത്തിലും അർത്ഥമുണ്ടാകുക, അതിലേറെ ഫലമുണ്ടാവുക. അതിനായിട്ട് ദേവദാസൻ തൊമ്മിയച്ചന്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ പ്രവർത്തന മേഖലകളിലെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ മാനുഷികമായ ഭാവം ഉൾക്കൊള്ളുന്നതോടൊപ്പം ദൈവികമായ മുഖവും മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും അതിന് സാക്ഷ്യം നൽകുവാനുമുള്ള പ്രത്യേകമായ കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി തൊമ്മിയച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും.
ധന്യാത്മാവേ ചൈതന്യം വർഷിക്കണമേ. പുണ്യാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി. ധന്യാത്മാവേ ചൈതന്യം വർഷിക്കണമേ. പുണ്യാത്മാവേ ദൈവത്തിൻ പ്രിയദാസൻ ഭൂതത്തിൽ തുമ്മിയച്ച മക്കളാം ഞങ്ങൾ ഇന്ന് നമിച്ചിടുന്നു. മാധ്യസ്ഥ്യം ഞങ്ങൾ ഇന്ന് തേടിയിടുന്നു. സഹനത്തിൽ പതറാതെന്നും നന്മയിൽ വളർന്നിടുവാൻ ദുഃഖത്തിൻ മിഴിനീരെല്ലാം സ്തോത്രമായി മാറ്റിയിടുവാൻ ശക്തിക്കായി പ്രാർത്ഥിക്കണമേ. ധന്യാത്മാവേ എന്നെന്നും കാത്തിടണമേ. പുണ്യാത്മാവേ ശക്തിക്കായി പ്രാർത്ഥിക്കണമേ. ധന്യാത്മാവേ എന്നെന്നും കാത്തിടണമേ. പുണ്യാത്മാവേ ദൈവത്തിൻ പ്രിയദാസൻ ഭൂതത്തിൽ തുമ്മിയച്ച മക്കളാം ഞങ്ങൾ ഇന്ന് നമിച്ചിടുന്നു. മാധ്യസ്ഥ്യം